അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ രാവിലത്തെ അടുക്കളയിലെ പരിപാടി എന്ന് പറഞ്ഞാൽ അവള് കടലക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കടലയ്ക്ക് തേങ്ങയൊക്കെ വറുത്ത് നല്ലതുപോലെ മൂപ്പിച്ചു. എന്നിട്ട് കടല കുക്കറിനകത്ത് വേവിച്ചത് എടുത്ത് ഒരു ശകലം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് എനിക്കും അറിയാൻ വയ്യ. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്തൊരു പാത്രത്തിനകത്തോട്ട് കുറേശ്ശെ എടുത്തിട്ടു. എനിക്കിന്ന് അരക്കുറ്റി പുട്ടേ തരത്തുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സോൾട്ട് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ റോക്ക് സോൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അതെടുത്ത് ഉപ്പും ശകലമിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഗോതമ്പ് പൊടി ചെറുതായിട്ട് പുട്ടിന്റെ പരുവത്തിന് കുഴയ്ക്കുക. ഇനി ഞാൻ ബെല്ലക്കുട്ടന്റെ ഒരു വിശേഷം പറഞ്ഞു തരാം. ബെല്ലക്കുട്ടന്റെ വിശേഷമല്ല, ഒരു അവസ്ഥയാണ്. പാവത്തിന് ഒരു ചെറിയ രോഗത്തിന്റെ ലക്ഷണം കണ്ടു തുടങ്ങി. കണ്ടില്ല, ഇവിടെ ഒരു ചെറിയ കുരുവ് പോലെ വന്നിട്ട് അതൊന്ന് പൊട്ടിയിട്ട് ചെറിയ വ്രണം പോലെ ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകിട്ട് ആശാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകണം. അവന് ഈ ഭാഗത്ത് മാത്രമല്ല, ചെവിയുടെ പുറകിലായിട്ട് ഒരു 3-4 ഭാഗത്തായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് വൈകിട്ട് എന്തായാലും ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുക. അയ്യോ, ആശാൻ ആ ചെവിയുടെ പുറകിലെ കാണിക്കാൻ അവനങ്ങോട്ട് ഇരുന്ന് തരുന്നില്ല. ബെല്ലക്കുട്ടൻ അങ്ങനെ പിണങ്ങി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ഈ കടല മാറ്റി വെച്ചത് നമ്മൾ വറുത്തെടുത്ത തേങ്ങയുടെ കൂടെ മിക്സിക്കകത്തിട്ട് അടിക്കാനുള്ള പരിപാടിയാണ്, അരച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അതിനിടയ്ക്ക് ബെല്ലക്കുട്ടൻ താണ്ടെ എൻ്റെ ദേഹത്തോട് ചാടി കയറുക. അവന്റെ കുസൃതി കാരണം ഒരു നിവർത്തിയില്ല. ചട്ടമ്പിത്തരം ഒന്നും പറഞ്ഞാൽ പോരാ, മഹാചട്ടമ്പിത്തരം. അങ്ങനെ മിക്സി അടിച്ചത് കണ്ടുകൊണ്ട് ആശാൻ തന്റെ പുറകിൽ പോയി പേടിച്ചിരിക്കുക. ആശാൻ ഓടി. മിക്സിയുടെ സൗണ്ട് കേട്ടതും അവൻ ഓടി. അവന് പേടിയാ. ഇനി അടുത്തത് എണ്ണ വെച്ചിട്ട് കടുവ് വറക്കാനുള്ള പരിപാടിയാ. എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കടുവ് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പുട്ടുകുറ്റി അടുപ്പേ വെച്ചിട്ടുണ്ട്. പുട്ടുകുറ്റി വെച്ചില്ല, പുട്ടിന്റെ അടിയിലത്തെ വെള്ളം വെക്കുന്ന സുനാപ്പി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് കടലക്കറി ഉണ്ടാക്കുന്ന പരിപാടി. അരച്ച അരപ്പെല്ലാം കൂടെ ആ കടുവ് വറുത്തതിനകത്തോട്ട് ചേർത്തു, കടലയെടുത്ത് അതിനകത്ത് ഇട്ടു. ഇത് കുറച്ച് വെള്ളമായിട്ടായി കടലക്കറി വെക്കുന്നതെന്ന് എന്നോട് പറഞ്ഞ്. കാര്യം എന്തെന്നറിയാമോ, പുട്ടിന്റെ കൂടെ കൂട്ടാനായതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. ഇനി പുട്ട് നിറച്ചെടുക്കുന്ന പരിപാടിയാണ്. പുട്ടുകുറ്റിക്കകത്തോട്ട് ഗോതമ്പ് നനച്ച് വെച്ചിരിക്കുന്നതെടുത്ത് പുട്ടുകുറ്റിക്കകത്തോട്ട് ഇട്ടു. ബെല്ലക്കുട്ടൻ ദണ്ട അവിടെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവനവിടെ കാഴ്ചക്കാരനായിട്ട് നോക്കിയിരിക്കുക. വിശന്ന് തുടങ്ങിയ ആശാൻ അങ്ങനെ നോക്കിയിരിക്കും. തേങ്ങായും ഒക്കെ മുകളിലിട്ടിട്ട് പുട്ടുകുറ്റി അടച്ച് അടുപ്പയിലോട്ട് കയറ്റി. അങ്ങനെ നമ്മളെ പുട്ട് ഏകദേശമൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുക. അപ്പത്തെ കടലക്കറി തിളച്ച് കിടക്കുന്നു. ഒരു 3-4 ഇളക്കമൊക്കെ അങ്ങോട്ട് ഇളക്കിയിട്ട് കടലക്കറിയായി. അതെടുത്ത് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ പയർ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചെറുപയർ പുഴുങ്ങിയത് ഞാൻ കണ്ടില്ല സത്യത്തിൽ. പുട്ടും അങ്ങനെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒരടിയൊക്കെ കൊടുത്താ പുട്ടിനെ തുറക്കുന്നേ. കൊത്തിയിട്ടു തള്ളി മറിക്കുക പെണ്ണും പിള്ള രാവിലെ. അയ്യോ, യെസ്. അങ്ങനെ പുട്ടായി, കടലക്കറിയായി. പഴം, ചെറുപഴമുണ്ട്, ചുമന്ന പഴമുണ്ട്, അതേപോലെ ചെറുപയറുമുണ്ട്. അമ്മ താണ്ടെ എല്ലാവർക്കും പുട്ട് വിളമ്പിക്കൊണ്ടിരിക്കുക ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പുട്ട്, അതായത് ഗോതമ്പ് പുട്ട്, കടലക്കറി എല്ലാം കൂടെ. അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിപ്പ് തുടങ്ങി. ഞാൻ ഇത്തിരി ജോലി ഉണ്ടായിരുന്നു തീർക്കാൻ. അത് തീർത്തിട്ട് വന്നപ്പോഴത്തേനും അവരെല്ലാം കൂടെ സംഭവം തുടങ്ങി. ഞാൻ അവരോട് തുടങ്ങാൻ പറഞ്ഞായിരുന്നു കേട്ടോ, കഴിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനും പതുക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരിക. എന്നെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നത് എനിക്കിഷ്ടമല്ല. അവനോന് വിശക്കുമ്പം അവനോൻ കഴിച്ചോണം. നല്ല രഹസ്യൻ ഗോതമ്പ് പുട്ട്, കടലക്കറി, ഉഗ്രൻ ചെറുപയർ, നല്ല ഹെൽത്തി ഫുഡാണ് കേട്ടോ. എനിക്കിന്ന് ഒരു അരക്കുറ്റി പുട്ടേ തരത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി ചെറുപയർ തിന്നണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസമേ വെയിറ്റ് കുറയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വെയിറ്റ് ഇപ്പോഴും ഏകദേശം ഒരു 79 നിന്ന് താപ്പോട്ട് വന്നിട്ടില്ല. ഞാൻ മത്സരിച്ച് പറഞ്ഞത് ഒരു 10 കിലോ കുറയ്ക്കുമെന്നൊക്കെയാ. അടുത്തത് ബെല്ലക്കുട്ടന് താണ്ടേ പുട്ടും പാലും പഞ്ചസാരയും കുറച്ച് ചെറുപയറും കൂടിയിട്ട് കുഴച്ചങ്ങോട്ട് വെച്ചു കൊടുക്കുക. അയ്യടാ, ആശാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഗോതമ്പ് പുട്ടെന്ന് പറഞ്ഞാൽ അവന് ജീവനാ. ഇനി അടുത്തത് ഞാൻ വേറൊരു സാധനം
പരിചയപ്പെടുത്തി തരാം. ഏലാതി കേര തൈലം എന്ന് പറഞ്ഞാൽ ഏലാതി വെളിച്ചെണ്ണയാണ്. ഈ സംഭവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ചൂടുകാലമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ പുരട്ടി ഒരു 10-20 മിനിറ്റ് ഇരുന്നതിന് ശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊരിച്ചില് അതുപോലെ ചൊറിച്ചില് ഇങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ മാറ്റാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. ഞാൻ ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞേ കുളിക്കുന്നുള്ളൂ. കാപ്പൂടിയൊക്കെ കഴിഞ്ഞു. കാരണം എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ആ ജോലിയും കൂടെ തീർത്തിട്ട് കുളിക്കാമെന്നും വെച്ചിരിക്കുക. ഇത് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ. കാരണം ഇതിപ്പം ഞാനിപ്പോൾ ഒരു 5-6 ദിവസം ആയതേ ഉള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. കാപ്പുകുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇറങ്ങി ചെടിക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഓസ് ദാണ്ട് ഇവിടെ തൂക്കിയിട്ടിരിക്കുക. ഇനി അത് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. പെണ്ണുമ്പിള്ള ഇവിടെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. മൊത്തത്തില് ഒരു പൂങ്കാവനം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. കാരണം അവക്ക് ഈ ചെടികളോടൊക്കെ ഒരു പ്രത്യേക ക്രൈസാ. ഞങ്ങള് മിക്കവാറും ഓസ് പൈപ്പിൽ നിന്ന് കണക്ഷൻ അങ്ങ് വിട്ടുപോയി. അതിനിപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് വന്നിട്ട് വേണം വെള്ളം ഒഴിച്ചു തുടങ്ങാൻ. ഞങ്ങള് മിക്കവാറും നമ്മുടെ ഇവിടെ കുഴിപ്പള്ളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്. അവിടെ ചെന്ന് മിക്കവാറും ഞങ്ങൾ ചെടികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട്. ഇത് അവിടെ ഒരു ക്രൈസാണ് കേട്ടോ ഈ ചെടികൾ. അങ്ങനെ ചെടിക്കൊക്കെ ഇഷ്ടം പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇപ്പോൾ വേനൽക്കാലം ഏകദേശമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫെബ്രുവരി ആയപ്പോഴത്തേന് തന്നെ വേനലിന്റെ ചൂട് അതികഠിനമായിട്ടുണ്ട്. അവള് ഇന്നിപ്പോ സാധാരണ അവളാ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവക്ക് ഇന്നിപ്പോ കുറച്ച് തിരക്കായിപ്പോയി, സമയമില്ല, നേരത്തെ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാന് വെള്ളം ഒഴിക്കുന്ന പരിപാടി ഏറ്റെടുത്തിരിക്കുക. അവള് ഏകദേശമൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട് കേട്ടോ. ആണ്ടെ ബെല്ലക്കുട്ടൻ ഞങ്ങളുടെ പുറകെ നടപ്പുണ്ട്. എല്ലാ ജോലികളും നോക്കി നിയന്ത്രിക്കുന്ന അവനാ. ഞാൻ വെള്ളമൊക്കെ ഒഴിക്കുന്നതേ ശരിയാകുന്നുണ്ടോന്നുള്ളത് നോക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുക ആശാൻ. അവള് പോയി കേട്ടോ. അവള് ഗേറ്റ് തുറന്ന് വെളിയിൽ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. ഓഫീസിൽ പോകാൻ നേരമായി. ഇന്ന് അവൾക്ക് നേരത്തെ പോകണം, എന്തോ അത്യാവശ്യം ഉണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെ ചെടിക്കെല്ലാം നമ്മൾ വെള്ളം ഒഴിച്ചു. ഇതിന്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു 3 വാഴക്കുട്ടന്മാരെ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആ വാഴക്കുട്ടന്മാർക്കും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഈ 3 വാഴക്കുട്ടന്മാരെ കിട്ടിയത് തന്നെ വലിയ ദൈവാധീനമാണ്. കുരങ്ങ് വന്ന് ഏകദേശമൊക്കെ അവന്മാരെ ഒരു പരുവാക്കിയതായിരുന്നു. ഇനി ഞാൻ അവിടെ ചെടികളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഒരുപാട് വെറൈറ്റി തരം പിന്നെ തെറ്റികളാണ് പ്രധാനമായിട്ട് ഇവിടെ ഉള്ളത്. കൂടാതെ അരളിയുണ്ട്, കണ്ടില്ലേ, ഇഷ്ടം പോലെ പൂക്കളാ ഇതില്. എങ്ങനെയുണ്ട് എൻ്റെ ദൈവമേ? ഇത്രയൊന്ന് വളർത്തിയെടുക്കാൻ പെട്ട പാട് നമുക്കറിയാം. ഇത് കണ്ടോ, തെറ്റി പല തരത്തിലുള്ള തെറ്റികളാ, കണ്ടില്ലേ? ഇത് ഒരു ടൈപ്പ്, ഇത് വേറൊരു ചെടിയാ. ഈ ചെടികളുടെ ഒന്നും പേരെന്നോട് ചോദിക്കരുത്. ഇത് വേറൊരു ടൈപ്പ് തെറ്റി, കുറച്ച് ചെറിയ തെറ്റിയാ, റോസ് കളറിലിരിക്കുന്ന ചെറിയ തെറ്റി. റോസ് കളറിൽ തന്നെ വലുതുമുണ്ട് ചെറുതുമുണ്ട്. പിന്നെ ഇപ്പുറത്തെ തുളസിയുണ്ട്. ഇത് വേറൊരു ചെടി. ഇതെന്താണ് ചെടി എന്ന് എന്നോട് ചോദിക്കരുത്. ദൈവമേ, ഒരു പിന്നെ ബ്രഷ് അവിടെ കിടക്കുന്നത് കേട്ടാ. അന്ന് ഞാൻ പെട്ടിക്ക് പെയിന്റ് അടിച്ച ബ്രഷാ, അത് ഇതുവരെ എടുത്ത് അവിടെ വെച്ചിട്ടില്ല. കാര്യം എന്നറിയോ, ആ ബ്രഷിന്റെ പിന്നെ അറ്റമെല്ലാം ഉണ്ടല്ലോ, ഈ പെയിന്റ് പറ്റി അങ്ങ് ഒട്ടിപ്പിടിച്ചു. പിന്നെ അതിൽ നിന്ന് പോകുന്നില്ല. ഇത് വേറൊരു തരം തെറ്റി, ഇത് ചുമപ്പ് കളറ്. ഈ ചുവന്ന കളർ തന്നെ ഒരുപാട് ടൈപ്പ് വെറൈറ്റി സാധനങ്ങൾ അവളിവിടെ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ തുളസിത്തറ. വീട് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു തുളസിത്തറ വേണമെന്ന്. റോസ്, പലതരത്തിലുള്ള റോസ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു അരളിയുണ്ട്. ഞാനേ ഇത് അപ്പുറത്തൂടെ ചെന്ന് കാണിച്ചു തരാം. കണ്ട, ഇതാണ് 2 മൂട് അരളിയുണ്ട്. ഒരെണ്ണം അപ്പുറത്തുണ്ട്, ഒരെണ്ണം കാർ ഷെഡിന്റെ ഇപ്പുറത്തുണ്ട്. അതുകൂടാതെ അതിനിടയ്ക്ക് ഒരു വെള്ളപ്പൂവുണ്ട്. ഇത് എനിക്ക് തോന്നുന്നത്
നിശാഗന്ധിയാണെന്നാണ് എൻ്റെ ഒരു സംശയം. കറക്റ്റ് അറിഞ്ഞുകൂടാ. ഇത് കണ്ടില്ലേ, ഇത് കറ്റാർവാഴ ആണെന്ന് തോന്നുന്നു. കറ്റാർവാഴ ഒരു ചട്ടിക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ കണ്ടില്ലേ, എവിടൊക്കെ മണ്ണുണ്ടോ അവിടെ എല്ലാം കൊണ്ടൊന്ന് ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. എന്തിന്, ഇന്റർലോക്കിന്റെ ഇടയ്ക്ക് വരെ അവള് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വെച്ച് പിടിപ്പിച്ചാന്നോ അതോ ഇനിയും തന്നെ കിളിച്ചു വന്നോന്നും അറിയത്തില്ല കേട്ടോ. ഈ നമ്മളെ മുറ്റത്ത് വെച്ചതിന്റെ അവിടെ കിളിച്ചു വന്നൊന്നും അറിയത്തില്ല. പക്ഷെ അവളത് പറിച്ചു കളയത്തില്ല. ചെടിയാന്ന് കണ്ടു കഴിഞ്ഞാൽ അവൾ പറിച്ചു കളയത്തില്ല. ഇത് വേറൊരു ടൈപ്പ് സാധനമാണ്. ഒരു റോസ് കളറിലുള്ള വേറൊരു ടൈപ്പ് ചെടി കണ്ട. ഇതാണ് നമ്മുടെ വാഴക്കുട്ടൻ. കുരങ്ങുകൾ കയറി 3 പ്രാവശ്യം നശിപ്പിച്ച് കളഞ്ഞതാ. അതിൽ നിന്നും പുനർജീവനം നേടി വന്ന സാധനമാണ് കേട്ടോ. ഒരു വലിയ അതിജീവനത്തിന്റെ കഥയുണ്ട് എൻ്റെ വാഴക്കുട്ടന്മാർക്ക്. അയ്യോ. അപ്പോ ഇത്രയൊക്കെയാണ് അവളുടെ ചെടികളുടെ ശേഖരം. മതിയല്ലോ. പക്ഷെ അവളെ ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ല. അവക്ക് ഇതിനകത്ത് നല്ല ഇൻട്രസ്റ്റാ. ഇത് കണ്ടോ, നമ്മുടെ പുറകിലത്തെ വാഴക്കുട്ടന്മാരെ 2, 1, 3 അങ്ങനെ മൊത്തം 3 വാഴക്കുട്ടന്മാരെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഗേയ്സ്, അങ്ങനെ ഏകദേശം നമ്മുടെ വീട്ടുപണികളെല്ലാം കഴിഞ്ഞു. വീട്ടുപണിയെല്ലാം വീട്ടുപണി എന്ന് പറഞ്ഞാൽ എന്തുവാ, പ്രധാനമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു എൻ്റെ പ്രധാന പണി. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് നന്തൻകോട് വരെ പോകണം. പിന്നെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. അങ്ങനെ കുറേ പണിയൊക്കെ ഞാൻ എടുത്തു കേട്ടോ. തീരെ പണിയെടുക്കാൻ കഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ എനിക്ക് നന്തൻകോട് വരെ പോകണം. അപ്പോൾ നന്തൻകോട് പോകാനായിട്ട് ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയില്ല. അപ്പോൾ നല്ല ട്രാഫിക് ആയതുകൊണ്ട് കാർ എടുത്തുകൊണ്ട് പോകുന്നത് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ വീട്ടിൽ ചെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അതായത് വൈഫിൻ്റെ ഒരു കൂട്ടുകാരിയാണ്, നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരി ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ അവിടെ ചെന്ന് ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ നന്തൻകോടി എന്ന് അമ്മാവൻ്റെ അടുത്ത് വരെ ഒന്ന് പോകണം. ഞാൻ അപ്പോൾ നന്തൻകോട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് ഇത്തിരി സ്പ്രേ അടിച്ചേക്കാമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് ദിവസമായി. അന്ന് ലുലു മാളിൽ പോയപ്പം വാങ്ങിച്ചൊരു സ്പ്രേ ആണ്. അർബൻ എന്നും പറഞ്ഞുകൊണ്ട്, അതായത് മെൻസിൻ്റെയാണ്. പക്ഷേ സ്റ്റുഡിയോ വെസ്റ്റ് എന്നാണ് എഴുതിയേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ അവിടെ ഏത് കടയാണ്, ഈസ്റ്റ് വെസ്റ്റ് എന്നും പറഞ്ഞൊരു കടയോ അങ്ങനെ എന്തോ ഒരു കടയിൽ നിന്നാണ് ഇത് സംഭവം വാങ്ങിച്ചത്. എന്തായാലും സംഭവം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല സുഖമാണ്. ഇത് നല്ല മണമാണ്. ഒത്തിരി ഹാർഡും അല്ല, എന്നാൽ നല്ല സോഫ്റ്റ് മണമാണ്. നല്ല നല്ല ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു മണമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ സ്പ്രേയും ഒക്കെ അടിച്ചു. ഇനി നമുക്ക് നേരെ നന്തൻകോട് പോയിട്ട് വരാം. ഞാൻ വെളിയിലോട്ട് വന്നപ്പോഴത്തേനും അച്ഛനെയും കാണാനില്ല, അമ്മയും കാണാനില്ല. അവസാനം തപ്പിയെടുത്തപ്പം അമ്മ താണ്ടെ ഇവിടെ ഇരുന്ന് ഭാഗവതം വായിക്കുക. ഇത് അമ്മയ്ക്ക് പൂജാമുറിയിൽ ഈ കാല് വയ്യാത്തതുകൊണ്ട് ഇരുന്ന് വായിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മ ബെഡ്റൂമിൽ തന്നെ വന്നിരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ ദാ ഇവിടെ വന്നിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. അച്ഛൻ്റെ രാവിലത്തെ കുളിയും ജപവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ബെല്ലക്കുട്ടൻ താണ്ടെ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഉറക്കവാശാന്. അങ്ങനെ നന്തൻകോടൊക്കെ പോയിട്ട് വന്നു. ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഫെബ്രുവരി ഇന്ന് 5 or 6 എന്തോ ആയതേ ഉള്ളൂ. പക്ഷെ ചൂട് ഒരു നിവർത്തിയില്ല. നല്ല ചൂടെന്ന് പറയുമ്പോൾ നല്ല ചൂടാണ്. വെളിയിലോട്ട് ഇറങ്ങിയാൽ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ എന്തുമായിരിക്കും അവസ്ഥ? വെള്ളം കുടിക്കണം, അതേപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ്, പിന്നെ തണ്ണിമത്തൻ, ഇതൊക്കെ. അതായത് ചൂട് ജലാംശം കുറയാതിരിക്കാനുള്ള വഴികൾ എന്തുവാന്ന് വെച്ചാൽ ശരിക്കും നോക്കിക്കോണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വേനൽ സമയത്ത് വരുന്ന മിക്കവാറും എല്ലാ രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം. അപ്പം ഞാനങ്ങനെ നന്തൻകോടൊക്കെ പോയിട്ട് വന്നു. ഇനിയിപ്പം ചോറുണ്ണാം. പക്ഷെ എനിക്കിപ്പോൾ തൽക്കാലം ചോറ് വേണ്ട. അച്ഛനും അമ്മയും ഉണ്ടെന്ന് കാണിച്ചു തരാം. കാരണം എനിക്ക് വിശപ്പായില്ല. ഊണിനെന്ന് പ്രത്യേകിച്ച് ഒരുപാട് വിഭവങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, രസം, ഇതൊന്നും മെഴുക്കുവരട്ടി, തോരൻ, കൂടാതെ പപ്പടം സത്യത്തിൽ ഇവർ ഇന്നലെ കാച്ചി വെച്ച കേട്ടോ, എന്നെ കളിപ്പിക്കുന്ന. അപ്പൊ അച്ഛനും അമ്മയായിരുന്നു ചോറുണ്ണട്ടെ. അപ്പോ NLS JD by ദീപുവിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ചേർത്തുന്നു. നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.